ഈ ചടങ്ങ് ആരംഭിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ നമുക്ക് ഇനി കേൾക്കാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകന്റെ വാക്കുകളാണ്. നമ്മുടെ പ്രിയപ്പെട്ട മാത്യു 2 വാക്ക്. നമസ്കാരം. ഇങ്ങനെ സംസാരിച്ച് ശരിയില്ലാത്ത ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ചെയ്യാൻ ഭയങ്കരമായിട്ട് കഥ കേട്ട് കഴിഞ്ഞ മുതൽ പെട്ടെന്ന് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹിച്ച സ്ക്രിപ്റ്റ്. കാരണം ഞാൻ കേട്ടതിൽ ഞാൻ ജ്യോതിഷും നോഫലിക്കും വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചു. ഞാൻ ആദ്യം ഇങ്ങനെ കുറച്ച് ചിരിക്കാൻ മടിച്ചു. കാരണം ഇപ്പൊ എങ്ങനെ ഒരു നല്ലൊരു രീതിയിലല്ല പോയില്ലെങ്കിൽ ഇവർക്ക് വെറുതെ പ്രതീക്ഷ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ കൈ വിട്ട് ചിരിക്കുകയായിരുന്നു. അപ്പോ ഭയങ്കര എക്സൈറ്റഡ് ആണ് പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ എന്നെ കൺസിഡർ ചെയ്തതിൽ ഭയങ്കര സന്തോഷം. താങ്ക് യു. കൂടുതലായി ഒന്നും പറയാനില്ല. മാത്യു പറഞ്ഞ മാതിരി തന്നെ കഥ കേട്ട് ഞാനും ചിരിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ചിരിപ്പിക്കുന്നുള്ളത് ഉറപ്പാണ്, യാതൊരു സംശയമില്ല. ഈ പടം വലിയൊരു വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്നത് മീനാക്ഷിയാണ്. മീനാക്ഷി. എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. ഇപ്പോൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഫുൾ ടീമുമായിട്ടൊരു നല്ല റാപ്പോ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും കുറച്ച് ദിവസം മീറ്റ് ചെയ്തു. അപ്പോൾ തന്നെ വൈബ് ഓണായി. അപ്പോൾ ഐ എം സോ ലുക്കിംഗ് ഫോർവേഡ് ടു വർക്കിംഗ് ഇൻ ദിസ് ഫിലിം. എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക് യു. അപ്പോൾ ഓക്കെ, എല്ലാവരും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പടമായിരിക്കും. അപ്പോൾ കീപ് സപ്പോർട്ടിങ് അസ്. താങ്ക് യു. നമ്മുടെ പ്രൊഡ്യൂസർ നിസാർ ബാബു. നമസ്കാരം. ഒരുപാട് നാളത്തെ സൗഹൃദമാണ് നൗഫലുമായിട്ട്. സൗഹൃദത്തിന്റെ ആധാരത്തിന്റെ സിനിമയായിരുന്നു. ഇപ്പോൾ ആ സൗഹൃദം മറ്റൊരു സിനിമയായി മാറുകയാണ്. അത് നൗഫലിന്റെ ആദ്യത്തെ സിനിമ. അത് ഞാനും സജിനും വിജേഷും ഞങ്ങളുടെ ഉള്ളാഖ് ഫിലിംസിന്റെ ആദ്യത്തെ ഒരു ഇൻഡിപെൻഡന്റ് പ്രൊഡക്ഷൻ. അതിൽ വളരെയധികം സന്തോഷം. അതിലൊപ്പം ഞങ്ങളുടെ തൊട്ട് മുന്നത്തെ ഹലോ മമ്മി എന്ന് പറയുന്ന സിനിമ ഇന്നും 5ാം വാരവും ഓടിക്കൊണ്ടിരിക്കുന്നു. അതിലും ഭയങ്കര സന്തോഷം. എനിവേ, നൗഫലിന്റെ ആദ്യ സംവിധാന സംരംഭമാണെങ്കിൽ പോലും നൗഫലിനെ പോലുള്ളൊരു എക്സ്പീരിയൻസ്ഡ് ആൾക്ക് ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റിന് കൂടാൻ പറ്റിയതിൽ, ആ സൗഹൃദം സിനിമയാക്കി മാറ്റാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഞങ്ങൾ മറ്റന്നാൾ ഷൂട്ട് തുടങ്ങുകയാണ്. വൈകാതെ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്താത്ത ഒരു അടിപൊളി പടമായിരിക്കും. അത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. 2 വാക്ക് സംസാരിക്കുന്നതിനായി സജിൻ അലിയെ ക്ഷണിച്ചുകൊള്ളു. അല്ല, ഈ പരിപാടിയിലെ കാശ് നമ്മൾ ചെലവാക്കുകയാണെന്നുണ്ടെങ്കിലും എവിടെ പോകല്ല, ഇങ്ങോട്ട് നമ്മള് ഒരു വണ്ടി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന്റെ പരിപാടി സിനിമയുടെ കാര്യത്തിൽ വരുമ്പോൾ സംവിധായകനിലാണ്.
ഈ സിനിമയിലും പൂർണ്ണമായിട്ട് ഉത്തരവാദിത്തം അങ്ങോട്ട് തരികയാണ്. അതിന് നോ എസ്കേപ്പ്. അല്ല, തമാശകൾക്കപ്പുറം അതെ, യൂണിറ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോ തിരിച്ചു പോകാനൊരു മാർഗമില്ല. 17 കൊല്ലമായിട്ട് നൗഫൽ ഇൻഡസ്ട്രിയിലുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ ധൈര്യവും ബലവും എല്ലാം. അപ്പോൾ ഈ സിനിമ നിങ്ങളുടെ സിനിമയാണ്, നിങ്ങൾ ചെയ്തോളൂ. അത്രയും പറയാനുള്ളൂ. സിനിമയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമില്ല. താഴെ ഒരു പ്രശ്നം നടക്കുകയാണ്. KL04AM 6691. ഞങ്ങളുടെ ഈ സിനിമയുടെ ഭാഗമായിട്ട് ക്ഷണിച്ചും അല്ലാതെയും വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇത്രയും ദിവസം ഈ ഒരു പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന പ്രഷറും ടെൻഷനും എല്ലാം കുറയണത് ഈ ഒരു മൊമെന്റ് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നമ്മുടെ പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് വളരെ വലുതാണ്. ഞാനൊരു 45 ദിവസം ഷൂട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ പുള്ളി ഒരു 2 മാസം ഷൂട്ട് ചെയ്താലും കുഴപ്പമില്ല. അത്ര സപ്പോർട്ടീവായിട്ട് എന്നെ കംപ്ലീറ്റ് വിശ്വസിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന പ്രൊഡ്യൂസറാണ്. എൻ്റെ റൈറ്റേഴ്സ് അവരെ ഒരു 6 മാസമായിട്ട് ഞാൻ വീട്ടിലോട്ട് വിട്ടിട്ടില്ല. പിന്നെ വളരെ ലേറ്റായിട്ട് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്താണ് ആക്ഷനും നേഹയും. പിന്നെ അതുപോലെ അബുക്ക, റോണി ചേട്ടൻ, സീനിൽ ഈ പറഞ്ഞ പോലെ മാത്യു, എല്ലാവരും കുറേ നാളുകളായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം. ഞാൻ സംസാരിക്കുന്നതിലേക്ക് താങ്ക് യു സോ മച്ച്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഫ്ലോർ ഹൗസ്ഫുൾ ആയ പോലെ തന്നെ നമ്മുടെ പടവും ഹൗസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും അത് തന്നെ സംഭവിക്കുകയും ചെയ്യും. കാരണം ചരിത്രം അങ്ങനെയായിരുന്നു. അപ്പൊ എന്തായാലും ആദ്യം തന്നെ നന്ദി പറയേണ്ടത് എൻ്റെ സുഹൃത്തായ അഭിലാഷ് ശങ്കറിനോടാണ്. ഞങ്ങൾ തമ്മിൽ ഒരു 10-12 വർഷത്തിന് മേലെയുള്ള ഒരു ബന്ധമുണ്ട്. അപ്പോൾ അത് ഇങ്ങനൊരു പരിപാടി തുടങ്ങാൻ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ട്, ഷൈജൻ എന്നൊരു ക്യാരക്ടറുണ്ട്, അത് ഞാൻ ചെയ്ത അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു. ഇങ്ങനെ നൗഫൽ ഖാൻ ഒന്ന് കാണാം എന്ന് പറഞ്ഞു. അതിൽ നൗഫൽ ഖാനെ കണ്ടു. സെറ്റ് കണ്ടപ്പോൾ തന്നെ സെറ്റ്. നമുക്ക് അതൊരു പരിപാടി പിടിക്കാന്ന് പറഞ്ഞാൽ ഇത്ര നാൾ താടി ഉണ്ടായിരുന്നു. എനിക്കറിയില്ല, മെരന്റെ കൂടെ മുമ്പ് അഭിനയിച്ച പടത്തിലും എനിക്ക് താടി ഉണ്ടായിരുന്നില്ല. ഹാപ്പി സർദാർ എന്നുള്ള മൂവിയായിരുന്നു. കൂടത്താണ്. അപ്പൊ എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. ഇതില് കഥ കാര്യങ്ങൾ കേട്ടപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ചിരിച്ചു. എനിക്ക് നിങ്ങളെ ചിരിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. മുമ്പ് എൻ്റെ ഫാദർ ജനങ്ങളെ ചിരിപ്പിച്ച പോലെ. അത് എന്തായാലും എനിക്ക് ഉറപ്പിലാണ്. അതിൻ്റെ സംഭവം ഇതിനകത്ത് ജ്യോതിഷം സനോട് എഴുതി സാധനം സുനുവിനെ എഴുതി പീഡിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ചിരിച്ചു. നിങ്ങളും ചിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ റോണി. മ്യൂസിക് ഒന്ന് ഓഫ് ചെയ്തിരുന്നെങ്കിൽ. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് ചെറിയൊരു എന്താ പറയാ, നല്ല കാര്യം പറയാണ്. കെട്ടിയോളാന്റെ മകളായ ഹെലൻ, ആനന്ദം, കണ്ണൂർ സ്കോഡ്, ഇതൊക്കെ നിങ്ങൾക്ക് സുപരിചിതമായ സിനിമകളാണ്. കെട്ടിയോളാന്റെ മകൻ നിസാം ബഷീർ, ആനന്ദം, ഗണേഷ് രാജ്, അതുപോലെ തന്നെ മാത്തുക്കുട്ടി സേവ്യർ, ഹെലൻ, കണ്ണൂർ സ്കോഡ്, റോബി. അപ്പോൾ ഇവരൊക്കെ നവാഗതരായിട്ട് വന്ന സിനിമകളിലൊക്കെ ഞാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു മീഡിയയിലും കൂടി ഒരു ഇൻഫർമേഷൻ തരികയാണ്. അപ്പൊ എന്നെ നവാഗതരുടെ സിനിമയിൽ വെച്ചാൽ ആ പടം ഹിറ്റ് ആവുന്നതാണ് അതിനർത്ഥം. ഞാൻ പറഞ്ഞു വന്നതിന്റെ രത്നം ചുരുക്കം. പിന്നെ വേറെ കുറച്ച് നവാഗത സിനിമകൾ പോയിട്ടുണ്ട്, എന്നാലും ആവറേജ് വയസ്സ് കൂടുതലാണ്. പിന്നെ മാത്യുവും മീനാക്ഷിയും പറഞ്ഞ പോലെ തന്നെ താങ്ക് യു നൗഷലക്ക. എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക് യു. അപ്പൊ ഞാൻ ഈ യങ്സ്റ്ററായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ നമ്പറൊക്കെ പിടിച്ചാലേ പറ്റുള്ളൂ. വണ്ടിയുടെ അപ്പൊ വളരെ സന്തോഷം ഈ പടത്തിന്റെ ഭാഗം കഴിഞ്ഞാല്. പിന്നെ എന്റെ നിസാറിനെയും ഒരുപാട് വർഷമായിട്ട് നമുക്ക് പരിചയമുള്ളതാണ്. അപ്പൊ എല്ലാവരും യോഗ്യമംഗളായ അബൂക്ക, അതുപോലെ തന്നെ മാത്യു, മീനാക്ഷി, ശരത്ത്, സിനില്. അപ്പൊ അതിനടുത്തതായിട്ട് ശരത്ത് പ്രത്യേകം പറഞ്ഞത് രണ്ടുമൊക്കെ പറഞ്ഞിട്ട് വിളിക്കണം. ശരത്ത് മുമ്പോട്ട് വരിക. അപ്പൊ ഞങ്ങളുടെ സൈബർ സെല്ലിലെ ഓഫീസിലായിട്ട് ഇപ്പൊ ഗംഭീരമാക്കിയ ശരത്തിന് ഞാൻ കൊടുക്കുന്നു. ഇപ്പൊ വിനോദിന്റെ വക കയ്യടി അടുത്തത് പോകും.
സുനു പ്രണയവിലാസം ഞാൻ പ്രണയവിലാസത്തിലെ റൈറ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ അവർ ആയിരിക്കും സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമോ എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെ ജ്യോതിഷാണ് ഇത് പറയാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത്, കഥയൊക്കെ പറയാൻ വേണ്ടിയിട്ട് ജ്യോതിഷായിരുന്നു. പിന്നെ മുൻപ് ഈ ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്ത് ജിനിച്ചേട്ടൻ പ്രൊഡക്ഷൻ അപ്പോൾ ജിനിച്ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും അല്ല ടീംസ് ആണ് പറയുന്നത്. എന്തായാലും സന്തോഷമുണ്ട്. അതേപോലെ തന്നെ കറക്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്തെല്ലാം തോന്നുന്ന പോലെ ഒരു പേടിയൊക്കെ ഉണ്ട്. നോക്കാം. താങ്ക് യു. ഈ സിനിമ ഇന്ന് ഇവിടെ ടൈറ്റിൽ ലോഞ്ച് ആരംഭിക്കുമ്പോഴേക്കും 5ാം വാരത്തിലേക്ക് കടക്കുകയാണ്. ഹലോ മമ്മി, നമ്മുടെ പ്രിയപ്പെട്ട ഷറഫുദ്ദീൻ നായകനായി എത്തിയ ഹലോ മമ്മി 5ാം വാരത്തിലേക്ക് കുതിച്ച് ഇപ്പോഴും ഫാമിലികളുടെ പ്രിയങ്കരനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും ഇനി ക്രിസ്മസ് ഇതിലേക്ക് പോകുമ്പോഴേക്കും ഹലോ മമ്മി ഇനി കൂടുതൽ ജനഹൃദയങ്ങളിലേക്ക് എത്തും. നമ്മുടെ പ്രിയപ്പെട്ട ഷറഫ് 2 വാക്ക് സംസാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വളരെ പ്രിയപ്പെട്ട ആളാണ് നിസാർക്ക് സജിനൊക്കെ ഉള്ളത്. അപ്പോൾ ഈ സിനിമയുടെ എന്താ പറയുക വിളക്ക് കൊളുത്തൽ ചടങ്ങായിരുന്നു. അപ്പോൾ ഇവിടെ വരെ വരാൻ പറ്റിയതിൽ എല്ലാവരും കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ഈ സിനിമയിലെ കഥ എനിക്കറിയാം. ഞാൻ ഈ അടുത്ത് മാർക്കോനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ, സത്യം ഉറപ്പായില്ലേ? ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറയുന്നു, ഇതിൻ്റെ കഥ അറിയാം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിലിമാണ് ഇത്. ഒരു വൻ വിജയമായി മാറട്ടെ. നൗഫലിൻ്റെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ മെറിൻ ഫിലിം. എനിക്കിത് ഇരട്ടി മധുരമാണ്. കാരണം സൂക്ഷ്മദർശിനിക്ക് ശേഷം വരുന്ന സിനിമയാണ്. അത് മാത്രമല്ല, എൻ്റെ കഥാപാത്രം എനിക്കറിയില്ല. തിയേറ്ററിൽ വന്നു കഴിഞ്ഞിട്ട് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം ഞാൻ ഈ സിനിമയിൽ എൻ്റെ കഥാപാത്രത്തിൽ ഒറ്റ നോക്കുന്നുണ്ട്. അപ്പോ എനിക്ക് വർഷങ്ങളായിട്ട് നൗഫലൊക്കെ അറിയാം. ഞങ്ങൾ ഒരുമിച്ച് ഒരു പ്രോജക്റ്റ് ഒക്കെ ചെയ്തു, പക്ഷെ അത് കിട്ടിയില്ല. അപ്പോ അതിനുശേഷം വീണ്ടും ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് പരിചയമുള്ളവരുടെ കൂടെ തന്നെ പ്രോജക്ട്സ് വീണ്ടും വീണ്ടും ചെയ്യാൻ കിട്ടുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. സോ താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട് പ്രൊജക്റ്റിന് ഭാഗമാകാൻ കഴിഞ്ഞതിൽ. ചാൻസ് തന്നെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു പ്രണയവിലാസം. അതിന്റെ കഥയൊരുക്കിയ 2 പേരുമാണ് ഇന്ന് ഈ ഒരു പ്രൊഡക്ഷന്റെ ഭാഗമാകുന്നത്. നമ്മുടെ തിരക്കഥാകൃത്തിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. സിനിമയെ കുറിച്ച് സംസാരിക്കുന്നില്ല, സിനിമ സംസാരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. പ്രണയവിലാസം ഒരു ഫാമിലി ഡ്രാമയാണ്. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ വെച്ചാൽ കൊമേഴ്ഷ്യൽ എന്റർടൈനർ ആവാനാണ് മാക്സിമം ശ്രമിച്ചിട്ടുള്ളത്. എല്ലാവരും പറഞ്ഞു ചിരിപ്പിക്കാനുള്ള ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. അതിനെക്കാട്ടും നന്നായിട്ട് പേടിപ്പിക്കാനും കൂടെ ഈ പടത്തിന് കഴിയുമെന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് എല്ലാം കഴിഞ്ഞ് സ്ക്രീനിൽ കാണാം. അജിഷ. ഞാൻ അജിഷ പ്രഭാകരൻ. ഞാൻ ആക്ച്വലി ഈ സിനിമയിലേക്ക് വളരെ അടുത്താണ്. ഇവരൊന്നും എത്തിയ പോലെ നേരത്തെ എത്തിയ ആളല്ല. ഒരാഴ്ച മുന്നെയാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞ പോലെ ഫുൾ കഥയൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തന്ന ഭാഗം, അല്ലെങ്കിൽ എനിക്ക് തന്ന ആ കുറച്ച് ഭാഗം, അതെനിക്ക് ഈ പറഞ്ഞ പോലെ ചിരിക്കാനുള്ള ഒരു എലമെന്റ് ഉള്ളത് തന്നെയായിരുന്നു. ഈ ഒരു പ്രോജക്റ്റിലേക്ക് എന്നെ വിളിച്ച നൗഫലും അതുപോലെ ഇവരെല്ലാവരും ഈ ഒരു പ്രോജക്റ്റിൻ്റെ എല്ലാവർക്കും താങ്ക് യു അറിയിക്കുന്നു. അതുപോലെ പറഞ്ഞ പോലെ നല്ല വിജയം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ലൈബ്രറിയുടെ സ്ക്രിപ്റ്റ് ഹാൻഡ് ഓവറിംഗ് ചടങ്ങാണ് നടക്കുന്നത്.